വ്യവസായി CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം കർണാടക CIDക്ക് കൈമാറിയിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന നടത്തുന്നതായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് കുടുംബവും കോൺഫിഡന്റ് ഗ്രൂപ്പും പരാതിപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഈ നടപടി വരുന്നത്. എന്നാൽ പരിശോധനയും നടപടികളുമെല്ലാം നിയമപരമായിരുന്നു എന്നാണ് IT വകുപ്പിന്റെ വിശദീകരണം. റോയിയുടെ സംസ്കാരം നാളെ വൈകിട്ട് ബംഗളൂരു ബന്നാർഘട്ടയിൽ വെച്ച് നടക്കും. ആദായനികുതി വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുന്നത്. അതായത് വലിയ സമ്മർദ്ദം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് CJ റോയ് അനുഭവിച്ചിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസമായി നടന്ന റെയ്ഡിനെ തുടർന്ന് അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും പല രേഖകളും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ പരിശോധനകൾക്കിടയിലാണ് അദ്ദേഹം സ്വന്തം തോക്കെടുത്ത് നെഞ്ചിൽ നിറയൊഴിച്ച് ജീവനൊടുക്കുന്നത്. ഇതിന് ഉത്തരവാദി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. കർണാടക പോലീസിന് CIDക്കാണ് അന്വേഷണം കൈമാറുന്നത്. നിലവിൽ സെൻട്രൽ DCPയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തൽ നടക്കുന്നുണ്ട്. ക്രൈം സീനിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അവരോട് ബംഗളൂരുവിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായിട്ടുള്ള മൊഴി അതിൽ അവരുടെ വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആദായനികുതി വകുപ്പിന്റെ ഒരു വിശദീകരണം വരുന്നത് നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. മറ്റ് സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലാണ് ഈ പരിശോധനകളെല്ലാം തന്നെ അവസാനിച്ചത്. മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം തെറ്റാണ്. അദ്ദേഹം മൊഴിയുടെ കീഴിൽ യാതൊരു വിധത്തിൽ പ്രശ്നങ്ങളുമില്ല, ഇത് താൻ നൽകിയ മൊഴിയാണ് എന്ന് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യലൊക്കെ നടന്നിരിക്കുന്നത്. ആ സാക്ഷിയും ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആദായനികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പ് ആദായനികുതി വകുപ്പ് പുറത്തിറക്കുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയാകും ഈ കാണുന്ന ബൗറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ബന്നാർഘട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലേക്ക് മാറ്റുക. നാളെ 10 മണി മുതൽ 2 മണി വരെ ആ റിസോർട്ടിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം സെൻറ് ജോസഫ് ദേവാലയത്തിൽ അന്ത്യ ശുശ്രൂഷകൾ ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള ആ റിസോർട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം ഉണ്ടാവുക. CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ രേഖകൾ, ഇതൊക്കെ പരിശോധിച്ച് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കർണാടക പോലീസ് നിലവിലുള്ളത്. ബംഗളൂരുവിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.